ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 19 ജൂൺ 2022. നമുക്ക് തുടങ്ങാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതച്ഛാർത്തേഷു വിജ്ഞസ്വരാടതേന ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യധേത്ര കൃതിഭിः ശുശ്രൂഷുഭിത്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ഹരേ നാരായണ. നമുക്ക് ഇനി തുടങ്ങാം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോണത് 60-ാമത്തെ അധ്യായം. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ കഥയാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ മനോഹരമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കണു എന്നുള്ളൊരു ഒരു കാര്യമാണ് നമുക്ക് അതിൽ വിവരിച്ചു തരുന്നത്. ഇതൊക്കെ സാധാരണ ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും, ചിലപ്പോൾ ഭാര്യയെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവ് ചില മരുന്നൊക്കെ പ്രയോഗിക്കും. അതുമാതിരി ഭർത്താവിനെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യ എന്തെങ്കിലും ടീസ് ചെയ്തു. ഇപ്പം നമ്മളിപ്പോൾ എവിടേക്ക് നടന്നു പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവ് നടന്നു പോവുകയാണ്. ഭർത്താവ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നോക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. അപ്പോഴേക്കും ടീസ് ചെയ്യലായി. നിങ്ങൾക്ക് എന്നെ വേണ്ട, അവളെ മാത്രം മതി എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുമാതിരി ഭാര്യ നടന്നു പോകുമ്പോൾ ഭാര്യ വല്ല ഫ്രണ്ടിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയും, പഴയ ബന്ധമാണല്ലേ, പഴയ ചെറുപ്പകാലത്തിലുള്ള സ്നേഹമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു സൗന്ദര്യം മാതിരിയുള്ളതില്ലേ, അതേമാതിരി ഉള്ള ഒരു കഥ നമുക്ക് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണ മാതിരി വ്യാസൻ രചിച്ചിട്ടുണ്ട്. ഇതിൽ ഭഗവാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഭഗവാന്റെ തന്നെ ഒരു 16 ദോഷങ്ങൾ ഭഗവാൻ പറയുകയാണ്. ഭഗവാന്റെ ദോഷങ്ങൾ രുക്മിണി ദേവിയോട് പറയുകയാണ്. അപ്പോൾ എന്നാൽ ആ രുക്മിണി ദേവിക്ക് ആ 16 ദോഷങ്ങളും ഭഗവാനിൽ കാണാൻ പറ്റുന്നില്ല. അത് വിവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥയിൽ കൂടെ അങ്ങനെ താത്വികപരമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ട്. അത് നമുക്ക് അവസാനം പറയാം. ഇവിടെ ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞു, നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാൻ ഇങ്ങനെ മുറുക്കി ചോപ്പിച്ചും കൊണ്ട് ഇരിക്കുക. നമ്മൾ കഥ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളും ആ ഒരു സീന് മനസ്സിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഒരു ആട്ടുകട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രുക്മിണി ദേവി അവനവൻ്റെ ജോലിക്കാരെയൊക്കെ പറഞ്ഞേൽപ്പിച്ച് ഭഗവാനായിട്ട് 1-2 വർത്തമാനമൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചും കൊണ്ട് വരെയാണ്. അപ്പോൾ രുക്മിണി വരുന്ന കാണാനില്ല. ഭഗവാൻ വിളിച്ചു, എന്താ രുക്മിണി, എവിടെയാ, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. സ്നേഹം കൊണ്ട്, വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ
ആ പരിചാരികമാരൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട് അവിടെ. അപ്പോൾ രുക്മിണി ഇത് വിളിച്ചപ്പോൾ നേരെ അവിടെ ചെന്നു. അപ്പോൾ വലിയൊരു കൊട്ടാരല്ലേ, അവിടെ പരിചാരകന്മാർ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒക്കെ ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ പരിചാരകർ എടുത്ത് വന്നിട്ട് രുക്മിണി വന്നിട്ട് ആ വെഞ്ചാമരം വാങ്ങിച്ചു ഭഗവാന് വീശി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, നീ മാറി നിന്നോ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഭഗവാനാണെന്നുണ്ടെങ്കിലോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ആ ഭഗവാനാണ്. ഇനി ഭഗവാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം ഇല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, ആ രൂപമില്ലാത്തവനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, രൂപായ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആ ഭഗവാൻ, രൂപമില്ലാത്ത ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യദുവംശത്തിൽ ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഭഗവാന്റെ കൊട്ടാരത്തിലെ രുക്മിണിയുടെ അന്തഃപുരത്തിലെ ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെ വിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജനലിൽ കൂടെ അടുത്ത വീട് സത്യഭാമയുടെയാണ്. സത്യഭാമ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു എന്താ പറയുക പാരിജാതം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സത്യഭാമയുടെ വളപ്പിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ സുഗന്ധം മുഴുക്കെ കിട്ടുന്നത് രുക്മിണിയുടെ അന്തഃപുരത്തിലാണ്. അതങ്ങനെയാണല്ലോ, ചെടികൾ സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർക്കാണ് ഗുണമുണ്ടാക്കുക. ഭഗവാനറിയാം. ഇപ്പോൾ സത്യഭാമ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇതൊക്കെ ഒരു രസമാണ്. ഭഗവാനിത് നമ്മളെയൊക്കെ മരപ്പാവകളെ മാതിരി ഇങ്ങനെ കളിപ്പിച്ചും കൊണ്ടിരിക്കുക, അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക അല്ലേ. നമ്മളങ്ങനെയല്ലേ, ഭഗവാന്റെ കയ്യിൽ മരപ്പാവകൾ എന്നല്ലേ പറഞ്ഞിരിക്കണത് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത്. നമ്മളൊക്കെ മരപ്പാവകളാണ്. അതേമാതിരി തന്നെയാണ് മരപ്പാവകളെ മാതിരി ഭഗവാൻ അവരെല്ലാവരും കളിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനൊരു തോന്നൽ തോന്നി. രുക്മിണിക്ക് പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. രുക്മിണി ദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ് കേട്ടോ. ഞാൻ പറയണ്ടായി ഭൂമിദേവിയുടെ അവതാരമാണ് സത്യഭാമ എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ മാറ്റങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എൻ്റെ തന്നെയാണ്, വേറെ ആരുടെ അല്ല എന്നുള്ളൊരു ചിന്താഗതി ആരൊക്കെ വന്നു? ഈ രുക്മിണിക്ക് വന്നു. അത് ഭഗവാന് മനസ്സിലായി. അതൊന്ന് മാറ്റിക്കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ഭഗവാനെന്ന് അനങ്ങി അറിയാം. ആരുടെ മനസ്സൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അറിയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു കാര്യം പറയാറില്ല, അതേ മുകളിലൊരാളുണ്ട് ഇത് കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ഗിൽറ്റി കോൺഷ്യസ് നമുക്കും വരുമല്ലോ. നമ്മളങ്ങനെ പറയാറുണ്ട്, ആര് കണ്ടില്ലെങ്കിലും മുകളിലൊരാൾ കാണുന്നുണ്ട്. ഇത് മുകളിലൊന്നല്ല, നമ്മളുടെ ഉള്ളിൽ നമ്മുടെ അന്തര്യാമിയായിട്ട് ഭഗവാൻ വാസുദേവൻ തന്നെ ഇരുന്ന് അതെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ അബദ്ധങ്ങൾ കുറേ കാണിക്കും. ഇപ്പോൾ ഭഗവാന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തോന്നലാണ്. ഇപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചവിട്ടി പാപായി എന്ന് തോന്നലായി ഇല്ല, ആ വെലിക്കല്ലൊക്കെ ഉണ്ടാവും, അറിയാണ്ടെന്ന് ചവിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതായി. അപ്പോൾ എന്താ മനസ്സിലുണ്ടാവുക? ആരും കാണാത്ത മാതിരി ഇരിക്കും. അതൊക്കെ ഭഗവാൻ കാണണ്ടേ. ചവിട്ടി കൊണ്ട് ഇപ്പോൾ വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഇപ്പോൾ ബലിക്കല്ലാണെന്നുണ്ടെങ്കിലും അതൊരു വിഗ്രഹമാണ്, അതിലും ഭഗവാനുണ്ട്. എന്ന് വെച്ചാൽ ഭഗവാനെ ചവിട്ടിന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നിനും ഓരോരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നുവോ അതൊക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങളാണ്. ഇന്നലെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്താണ് വിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ പോയാൽ ബുദ്ധിമുട്ടാവുണ്ട്, പിന്നെ അതിൻ്റെ മുളയ്ക്ക് തന്നെ കയറി കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വേണ്ട. അപ്പോൾ ആ പാരിജാതപ്പൂ വന്നിട്ട് ഇങ്ങനെ നല്ല മന്ദമാരുതൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നല്ല നിലാവുള്ള ചന്ദ്രനാണെങ്കിൽ അങ്ങനെ ചിരിച്ചും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല പ്രകാശമുണ്ട്. ഇതൊക്കെ എന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, 5 ശ്ലോകം തൊട്ട് 8 ശ്ലോകം വരെ ആ ഒരു ഇത് പറയുകയാണ്. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ പരീക്ഷിത് മഹാരാജാവേ, അവിടെ നല്ല നല്ല വെളുത്ത വിരിച്ച നല്ല ഒരു കട്ടിലുണ്ട്. ആ അന്തപുരത്തിൽ ഒരു കട്ടിലൊക്കെ ഉണ്ട്. എന്നിട്ട് ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കയ്യിലൊരു
പേനയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, അവിടെ തൂലികയാണ് എന്നാ പറയുക, തൂലിക കൈ പിടിച്ചിട്ടുണ്ട്. ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഭഗവാൻ. എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തോഴി ഇരുന്നിട്ട് ഇങ്ങനെ രത്നം കൊണ്ടുള്ള ഒരു ആ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കണം പറഞ്ഞു. തോഴിയോട് പറഞ്ഞു അത് വാങ്ങിച്ചു. ഭഗവാൻ തന്നെ പതുക്കെ വീശാന്ന് പറഞ്ഞു. ഭഗവാനെ വീശി. അപ്പോൾ രുക്മിണിക്ക് സ്നേഹഭാവം ഭഗവാനുണ്ട്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ കടക്കണ്ണിട്ടൊരു നോട്ടം നോക്കിയാൽ മതി, വീഴാത്തവരൊക്കെ വീഴും. അപ്പോൾ ഭഗവാനപ്പോൾ രുക്മിണി ദേവിക്ക് മനസ്സിലായി ഭഗവാനോട് എന്നോട് സ്നേഹം കൂടിയിട്ടുണ്ട്, അത് കാരണം കൊണ്ടാണെന്നത് ആ രുക്മിണി ദേവിക്ക് മനസ്സിലായി. ആ മഹാലക്ഷ്മി ആണെന്നുണ്ടെങ്കിലോ ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അറിയാലോ, പാലാഴി കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു മഹാലക്ഷ്മിയെ വിവാഹം കഴിക്കണം, ഒരാൾക്ക് മാത്രം ആഗ്രഹം ഉണ്ടായില്ല. ആര്? ഭഗവാന്. ഭഗവാൻ അവിടെ മിണ്ടാതെ തലയിരിഞ്ഞിരുന്നേ ഉള്ളൂ. ഇത്ര വലിയ സുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ദേവി വന്നിട്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന ഭാവത്തിലത്രേ ഭഗവാൻ ഇരുന്നത്. ബാക്കി എല്ലാവരും ഇന്ദ്രനും അഗ്നിയും എല്ലാവരും ലക്ഷ്മി ദേവിയെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അതൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ പരമശിവൻ പോലും ബ്രഹ്മദേവൻ പോലും ആഗ്രഹിച്ചു പോയി എനിക്ക് കിട്ടണം എന്നുള്ള ലെവലിലാണ്. പക്ഷേ ബ്രഹ്മദേവനും പരമേശ്വരനും അറിയാം ഇത് മഹാലക്ഷ്മിയാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വിഷ്ണു ഭഗവാനുള്ളതാണെന്നുള്ളത് അവർക്ക് അറിയണ കാരണം കൊണ്ട് അവരധികം ആഗ്രഹങ്ങളൊന്നും പ്രകടിപ്പിച്ചില്ല. അപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്കാണ് അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലക്ഷ്മി ദേവി ഇങ്ങനെ ഈ എന്താ പറയുക രുക്മിണിയായിട്ട് വന്നിട്ട് നല്ല വിസ്മയത്തോടു കൂടി മന്ദസ്മിതത്തോടു കൂടിയിട്ട് ആ ഭഗവാന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് പറയാണ്. ആര്? ഭഗവാൻ പറയാണ്, ഹേ രുക്മിണി, രാജകുമാരി എന്നാണ് വിളിച്ചത്. നിനക്കൊരു കാര്യം അറിയോ? പണ്ട് ഇന്ദ്രനും വരുണനും അഗ്നിയും എല്ലാ ലോകപാലകന്മാരൊക്കെ വളരെ ഐശ്വര്യ സമൃദ്ധിയുള്ള ആൾക്കാരാണ്, ഭയങ്കര പ്രഭാവശാലികളാണ്, ധനികരാണ്, സൗന്ദര്യമുണ്ട്, അവർക്ക് ദാനശീലത്തൊക്കെ നല്ലുണ്ട്. അങ്ങനെയുള്ള അവരെ മാതിരിയുള്ള അനേകം രാജാക്കന്മാരൊക്കെ ഉണ്ട്. രുക്മിണി, എന്തിനാ എന്നെ ഇങ്ങനെ വിവാഹം കഴിച്ചത്? അവർക്കൊക്കെ രുക്മിണിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അറിയില്ലേ? അത് അറിയിച്ചുല്ലോ. ഇനിയിപ്പോൾ രുക്മിണിൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു, രുക്മിയാണെന്നുണ്ടെങ്കിലും അതുമാതിരി അച്ഛനായിട്ടുള്ള ഭീഷ്മകനും ശിശുപാലിന് വിവാഹം ചെയ്ത് കൊടുക്കാനല്ലേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ശിശുപാലനാണെന്നുണ്ടെങ്കിലോ രുക്മിണിയെ മാത്രം വിചാരിച്ചും കൊണ്ടിരിക്കണ ശിശുപാലനാണ്, നന്നായിട്ട് സ്നേഹിക്കാൻ അറിയണ ശിശുപാലനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശിശുപാലനെമാരിലുള്ള ആൾക്കാരൊക്കെ വിട്ടിട്ട് എന്തിനാ എൻ്റെ രുക്മിണി എന്നെ വരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ രുക്മിണിക്ക് പിടിച്ചില്ല. ഇതിലെന്തോ ഒരു ഇതുണ്ട്. ഒന്നും മിണ്ടിയില്ല, വീശിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കയറി പറയാൻ പാടില്ലല്ലോ. അങ്ങനെ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി. ഭഗവാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ മുഖം വാടുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ഒന്നും കൂടി കളിയാക്കാം എന്നുള്ള നിലയ്ക്കാണ് അത്രേ ഭഗവാൻ പിന്നെ നിന്നതെന്നാണ് പറയണത്. ഇനിയിപ്പോൾ രുക്മിണി അവരൊക്കെ നല്ല ആൾക്കാരാണ്, ഞാനാണെന്നുണ്ടെങ്കിലോ ഈ ജരാസന്ധൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പേടിച്ചിട്ട് 17 വട്ടം അവ ആക്രമിക്കാൻ വന്നു. എന്നിട്ട് ഞാൻ 18ാമത്തെ വട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ പേടിച്ച് ഓടിപ്പോയിട്ട് ദ്വാരകയിൽ പോയിട്ട് ഒളിച്ച് താമസിക്കുന്നതാണ്. എനിക്കെല്ലാവരും രാജാക്കന്മാരെ പേടിയാണ്, ഒളിച്ച് താമസിക്കുക ചെയ്യുന്നത്. ഞാനാണെന്നുണ്ടെങ്കിലോ ശക്തന്മാരായിട്ടുള്ള ആൾക്കാരോടൊക്കെ വിരോധങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. വലിയ ആൾക്കാരൊക്കെ വന്നു, അവരോടൊക്കെ ഞാൻ ഭയങ്കര വിരോധിയായിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജരാസന്ധൻ വന്നു, ശിശുപാലൻ വന്നു, അതുമാതിരി രുക്മി, അങ്ങനത്തെ വലിയ ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അവരോടൊക്കെ
എനിക്ക് വിരോധമില്ല, അവർക്ക് എന്നോടാ വിരോധം. ഇപ്പം കംസനൊക്കെ നോക്കി, എൻ്റെ അമ്മാമനാണ് കംസനാണ്, എന്നോടാ വിരോധം ഉണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്ക് അവരോട് വിരോധം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ രാജസിംഹാസനത്തിൽ എനിക്ക് താല്പര്യമില്ല, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് രാജാവാവണമെന്നില്ല, വേണമെങ്കിൽ എനിക്കിപ്പോൾ കംസനെയൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് അവിടെ രാജാവൊക്കെ ആയിരുന്നു, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ എന്താ ചെയ്തത്, ഉഗ്രസേന മഹാരാജാവിനെ പിടിച്ച് ഞാൻ കയറ്റില്ലേ ചെയ്തത്. രുക്മിണിക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇനി എൻ്റെ ജീവിത രീതി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ജീവിത രീതിയോട് കൂടിയിട്ടുള്ള ഒരാളാണ്. എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ എനിക്ക് ലോകപരമായിട്ട് യാതൊരു ചിന്തയില്ല. രുക്മിണിക്ക് അറിയാലോ, രുക്മിണി ഞാൻ ആ അലൗകികമായിട്ടുള്ള ആ മാർഗത്തെ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഈ അങ്ങനെയുള്ള എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ കഷ്ടപ്പെടില്ലേ? ഇപ്പം രുക്മിണിക്കൊക്കെ വിഷമമില്ല. ഇപ്പം എനിക്ക് ലൗകികപരമായിട്ട് ഒരു ചിന്തയില്ലെങ്കിൽ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് രുക്മിണി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ലേ? അത് പോട്ടെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഇനി എനിക്ക് എന്നെ കുറച്ച് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, കുറേ മുനിമാർ സ്നേഹിക്കുന്നുണ്ട്, കുറേ ഭക്തന്മാർ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒന്നുമില്ല. മുനിമാരുടെ കയ്യിൽ എന്താ ഉള്ളത്? വെറും ആ കമണ്ടലും മാത്രമുണ്ട്, ഒരു തണ്ടും മാത്രമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവരേക്കില്ല. ഇപ്പം എനിക്കും ഒന്നുമില്ല, എൻ്റെ ഭക്തന്മാരുടെ കയ്യിലും ഒന്നുമില്ല. അതുകൊണ്ട് ഈ ധനികന്മാരായിട്ടുള്ള രാജാക്കന്മാരൊന്നും എന്നെ ആശ്രയിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, ഒന്നും വേണ്ടെന്ന് പറയുള്ളൂ, ഭഗവാൻ വേണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ഈ രുക്മിണിക്കാണെന്നുണ്ടെങ്കിൽ രാജകുമാരിയാണ്, സുന്ദരിയാണ്, അച്ഛൻ്റെയൊക്കെ ഇഷ്ടംമാതിരി പൈസയുണ്ട്, ധനമുണ്ട്, പ്രഭുത്വമുണ്ട്, സ്നേഹമുണ്ട്, ആ ഒരു നല്ല ഒരു കുലമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടല്ലേ രുക്മിണി കല്യാണം കഴിക്കേണ്ടത്? എന്തിനാ ഈ ഒന്നുമില്ലാത്ത എൻ്റെ അടുത്ത് വന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? അപ്പോൾ എൻ്റെങ്കിലും ഒന്നുമില്ല, ഞാൻ യാദവനാണ്, ഒന്നുമില്ലാത്തവനാണ്, അപ്പോൾ ഞാൻ താണവനാണ്. അപ്പോൾ ബാക്കിയുള്ള രുക്മിണിയുടെ ബന്ധുക്കാരൊക്കെ ഉത്തമന്മാരാണ്. അപ്പോൾ ഈ താണവരും ഉത്തമന്മാരുമായിട്ടുള്ള ബന്ധം അത്ര സുഖമുണ്ടോ? എന്താ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ, ഒരു ദീർഘവീക്ഷണം ഇല്ലാണ്ട് എന്തിനാ രുക്മിണി എന്നെ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടായേ? ഇനി പോട്ടെ, അതും വേണ്ട. രുക്മിണി ഒരു കാര്യം മനസ്സിലാക്കൂ, ഞാൻ ഒരു ഗുണമില്ലാത്തവനാ. ഈ നാരദൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വെറുതെ സ്തുതിക്കുക, ഒരാവശ്യമില്ല. മുനിമാരൊക്കെ ഇഷ്ടമാരുണ്ട്, എപ്പോൾ നോക്കിയാലും എന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. എനിക്കാണെന്നുണ്ടെങ്കിലോ അവരെങ്ങനെ ഗുണസമ്പന്നനാണെന്നൊക്കെ പറയുക, പക്ഷെ എനിക്ക് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഇനി സമയം പോയിട്ടില്ല രുക്മിണി. രുക്മിണിക്കിനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അനുരൂപനായിട്ടുള്ള ഒരു ക്ഷത്രിയനായിട്ടുള്ള വേണമെങ്കിൽ വഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. എന്നിട്ട് ആ ഇഹലോക സുഖങ്ങളും പരലോക സുഖങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ കഴിയും. ഈ എന്നെ ആശ്രയിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കിട്ടാൻ പോണില്ല കേട്ടോ. എന്ത് കിട്ടാൻ പോണില്ല? ഈ പരലോക സുഖം കിട്ടാൻ പോണില്ല, ഇഹലോക സുഖം കിട്ടാൻ പോണില്ല. എന്താ അഭിപ്രായം രുക്മിണി എന്ന് ചോദിച്ചു. അപ്പോൾ രുക്മിണി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കണ്ണെന്നിങ്ങനെ വെള്ളം വരുന്നൊക്കെ ഉണ്ട്. എന്നാലും ഭഗവാൻ ഇങ്ങനെ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ള ലെവലിൽ ഇങ്ങനെ പൊട്ടാറായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഭഗവാന് തോന്നി പോരാ, രുക്മിണിയുടെ ഉള്ളിലെ വിഷമം പുറത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ് ഭഗവാൻ്റെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അഹങ്കാരം ഉള്ളിലുണ്ട്, ഞാൻ തന്നെയാണ് മൂത്ത ഭാര്യ എന്നുള്ള ചിന്ത ഉണ്ട്. അതൊന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ലെവലിലാണ് ഭഗവാൻ നിൽക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാ ഇപ്പം ഞാൻ ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് രുക്മിണി എന്നെ കല്യാണം കഴിച്ചു എന്ന് രുക്മിണിക്ക് എന്നോട് ചോദിക്കുകയായിരിക്കും.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിശുപാലനും ജരാസന്ധനും അതുമായി ദന്തവക്ത്രനും രാജാക്കന്മാരൊക്കെ ആ രുക്മിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്നെ എപ്പോഴും ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. ഇനി അപ്പോൾ ആ ചീത്ത വിളിക്കുന്ന ആൾക്കാരത് കാരണം കൊണ്ട് ഞാൻ എന്നെ വിവാഹം കഴിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗർവിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ അന്ന് വിദർഭ രാജ്യത്തിലേക്ക് വന്നത്, അല്ലാണ്ട് വിവാഹം കഴിക്കാൻ വന്നിട്ടുള്ളതൊന്നല്ല. പിന്നെ ഞാൻ എന്തായാലും വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇനിയിപ്പോൾ ബ്രാഹ്മണനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരണിച്ചിട്ടിരിക്കുന്നതായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അവിടെ ഉണ്ടാവും, ശിശുപാലനും ജരാസന്ധനൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഒന്നൊന്ന് ഗർവമൊക്കെ ഒന്നൊന്ന് കാണിക്കണം, അത് കാരണം കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വന്നപ്പോഴാണ് ഭഗവതി ഒരു എഴുത്ത് കൊടുത്തയച്ചു. ഞാനത് കണ്ടു. എന്തായാലും വന്നതല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ, ഞാൻ കൊണ്ടുവരാം. ഞാനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ബ്രാഹ്മണൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നുകൊണ്ടെന്നൊരു വാക്ക് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാട്ടോ കൊണ്ടുവന്നരാണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും ഇല്ലട്ടോ, രുക്മിണിയെ വിവാഹം കഴിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും കൊണ്ടുവന്നതല്ല. പിന്നെ അവർ ആ ശിശുപാലനൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ അവിടെ വന്നതാണ്. വന്നിട്ട് എന്തായാലും വന്നപ്പോൾ ഞാൻ വിളിച്ചു, കൈ കാണിച്ചു, എൻ്റെ കൈ പിടിച്ച് കയറി ഞാനങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ രുക്മിണിയുടെ മുകളിൽ വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ രുക്മിണി എന്ന് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് ഒന്നിലും സ്നേഹമൊന്നുമില്ല, സ്നേഹമില്ലാത്തവനാ. അതുമാതിരി ഈ ശരീരത്തിൽ തന്നെ എനിക്ക് ആഗ്രഹമില്ല. ഗൃഹത്തിലും ഭാര്യമാരിലും കുട്ടികളിലും ഒന്നും ആസക്തി എനിക്കില്ല രുക്മിണി. പിന്നെ ഞാൻ ഇതൊന്നും ആഗ്രഹങ്ങൾക്കൊന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് ഞാനൊരു പൂർണ്ണനാണ്. കാരണം എൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിൽ രുക്മിണി ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കും ഇല്ലേ? അത് ഉദാഹരണം ഭഗവാൻ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഒരു റൂമിൽ ഇരുട്ടുള്ള ഒരു മുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രകാശം മുഴുക്കെ ആ വിളക്ക് തരും. എന്ന് വെച്ചിട്ട് ആ വിളക്കിന് ഒന്നിനോടും വലിയ മമതയൊന്നുമില്ല. ഇപ്പോൾ വിളക്ക് പറയാണ്, വടക്ക് ഭാഗത്തേക്ക് ഞാൻ വെളിച്ചം തരില്ല കേട്ടോ എന്നുള്ള അങ്ങനെ ചിന്തയൊന്നുമില്ല. അത് കത്തിച്ചു, 4 ഭാഗത്തേക്കും വെളിച്ചം കിട്ടി. ആ വടക്ക് ഭാഗത്തേക്ക് തരില്ല, തെക്ക് ഭാഗത്തേക്ക് തരില്ല, അങ്ങനെയൊന്നും ഇല്ല. അതുമാതിരി ഒരു വിളക്കാണ് ഞാൻ. എനിക്കൊന്നിനും ആവശ്യമൊന്നുമില്ല, മമതയൊന്നും ആവശ്യമില്ല. ഇതാ ഇപ്പം എൻ്റെ അവസ്ഥ. ഞാനൊരു വിളക്കായിട്ട് നിൽക്കണു, അത് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കണു. പ്രത്യേകിച്ച് ആർക്കും ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഒന്നിലും ആസക്തിയില്ല. അതുകൊണ്ട് എന്തിനാ വേണ്ടാത്തതൊക്കെ കാണിച്ച് എന്നുള്ള ആ ഭാവത്തിലാണ് ഈ ഭഗവാൻ രുക്മിണിയെ ടീസ് ചെയ്തത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭ്രമിപ്പിച്ചു. ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് ഇട്ടു. ഭഗവാൻ ഒന്ന് നിർത്തി, എന്നിട്ട് ഭഗവാൻ നോക്കി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അറിയാം രുക്മിണിക്ക് തന്നെ പിരിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഭഗവാന് നല്ല അറിയാം. മഹാലക്ഷ്മിക്ക് വിഷ്ണു ഭഗവാനെ വിട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രുക്മിണിക്ക് താനാണ് ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണമെന്നേ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനൊരു തോന്നൽ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ടാവും എന്നുള്ളത് ഭഗവാൻ മുൻകൂട്ടി കണ്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് സത്യഭാമയാണേ, ധനത്തിൻ്റെ വലിയ ആളാണ്. അച്ഛൻ്റെ സമന്തകം കൊണ്ട് ഇഷ്ടമാതിരി പൈസയാണ്. പിന്നെ അപ്പുറത്ത് ജാമ്പവതിയാണ്. പിന്നെ അങ്ങനെ മിത്രവിന്ധ്യ പറഞ്ഞ എല്ലാവരും ഉണ്ട്. അപ്പം അവർ തമ്മിൽ ഒരു കലഹമുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ടായിക്കൂടല്ല, ഭാവിയിൽ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചും കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇതൊക്കെ
ചെയ്തത്. അപ്പോൾ രുക്മിണി എന്ത് വിചാരിച്ചു? ചേട്ടാ, ഇതിപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഒരു വാക്ക് ഭഗവാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഭഗവാനല്ലാണ്ട് വേറില്ല. എൻ്റെ പ്രാണനെക്കാട്ടിലും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഭഗവാൻ. ഇതുവരെ ഭഗവാൻ എന്നോട് ഇങ്ങനെ ഒരു അപ്രിയൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണി ശരിക്കും നടുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞു. പറയാണ് ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, പരീക്ഷത്തെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രുക്മിണിക്ക് അങ്ങോട്ട് നടുങ്ങിപ്പോയിട്ട് ആ ഹാർട്ടൊക്കെ ഇങ്ങോട്ട് മിടിക്കാൻ തുടങ്ങിയത്രേ. എന്നിട്ട് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാൽനഖം കൊണ്ട് ആ തല കീഴ്പ്പെട്ടാക്കി നിന്നിട്ട് വരയ്ക്കാനൊക്കെ തുടങ്ങി, റൗണ്ട് വരയ്ക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആര് ശ്രീശുക വ്യാസർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ കണ്ണീര് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുട്ടക്കുട്ടക്കുട്ടക്കടാന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, കണ്ണീര് ഒഴുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് തരിച്ച് നിൽക്കുകയാണ് ആര്? രുക്മിണി. അത്യധികം സങ്കടം, പേടി, ആശങ്ക. എന്തിനാ സങ്കടം വന്നത്? ഭഗവാൻ ഇങ്ങനെ പറഞ്ഞേന്. ഭയം എന്തിനാ വന്നത്? ഭഗവാൻ എന്നെ വിട്ടുപോകുന്നുള്ള പേടി. ആശങ്ക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താപ്പം ഈ കണ്ടിറക്കണ എന്നുള്ള ചിന്ത. ഇതൊക്കെയാണ് ആലോചിച്ചിട്ട് അങ്ങോട്ട് ഹൃദയം അങ്ങോട്ട് തകർന്നു, മനസ്സൊക്കെ അങ്ങോട്ട് തളർന്നു. ആ കയ്യിലെ വളകളൊക്കെ ഉണ്ട് ഊരി വീണു. വെഞ്ചാമരം കൊണ്ട് വീശിയിരുന്ന വെഞ്ചാമരൊക്കെ കിടക്കണു കീഴ്പ്പെട്ട്. എന്നിട്ട് എന്തേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ എന്തേ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രുക്മിണി അവിടെ നിലത്ത് കിടക്കുക, കവിണ്ണടിച്ചാണ് വീണു അവിടെ കിടക്കുക. രുക്മിണിയുടെ ഈ വിഷമം ഭഗവാൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല എന്നാ പറഞ്ഞത്. ഈ താൻ പറഞ്ഞ ഈ തമാശ ഈ ഉൾക്കൊള്ളാനൊക്കെ മനക്കരുത്തില്ലാത്ത ആ പാവങ്ങളിൽ വെച്ച് പാവമുള്ള ആ ഒരു എന്താ പറയുക ആളാണ് രുക്മിണി എന്ന് ഭഗവാന് മനസ്സിലായി. ഇത് കണ്ടപ്പോൾ ഭഗവാന് വിഷമായി. അപ്പോൾ ഭാര്യ നിലത്ത് വീണ് കിടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വിഷമായില്ലേ, വേണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് ഭഗവാൻ വേഗം ചാടി എഴുന്നേറ്റു. ആ രുക്മിണിയെ അങ്ങോട്ട് താങ്ങി അങ്ങോട്ട് എടുത്തു, മടിയിലാണ് കിടത്തി. തൻ്റെ ആ കൈകളെ കൊണ്ട് കണ്ണീരൊക്കെ ഉണ്ട് തുടച്ചു, മുഖമൊക്കെ ഉണ്ട് തുടച്ചു. എന്നിട്ട് തന്നെ എപ്പോഴും ആശ്രയിച്ചിരിക്കണ ആ മഹാലക്ഷ്മിയാകുന്ന രുക്മിണി ദേവിയെ അവിടെ ആലിംഗനൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് സമാധാനിപ്പിച്ചും കൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഹേ രുക്മിണി, എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട രുക്മിണി. അപ്പം സ്നേഹം കൊണ്ട് പറയാണ്, ഈ രുക്മിണി എപ്പോഴും എന്നെ ആശ്രയിച്ചിരിക്കുക എന്നൊക്കെ എനിക്ക് അറിയുകയൊക്കെ ചെയ്യാം. എന്നിൽ ഉറച്ച സ്നേഹമുണ്ടെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എന്നോട് കുറച്ച് ദേഷ്യം തോന്നും, എന്നെ കുറച്ച് ചീത്ത വിളിക്കും, മറുപടി പറയുന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയിട്ടോ. ആ എൻ്റെ ഈ കോപം കൊണ്ടിങ്ങനെ വിറയ്ക്കണ ചുണ്ടുകളും ആ പുരിയെക്കൂടിയൊക്കെ ഒന്ന് എനിക്ക് ഉണ്ടാവുമ്പോൾ ആ മുഖത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചും കൊണ്ടാണ് രുക്മിണി ഞാൻ ഇങ്ങനെയൊക്കെ ഒരു തമാശ പറഞ്ഞത്. ഈ ഭാര്യമാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ, ഓരോ തമാശകൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ രുക്മിണി ജീവിക്കേണ്ടത്? ഇങ്ങനെയല്ലേ നമ്മൾ സമയമൊക്കെ ചിലവഴിക്കേണ്ടത്? ഇതൊക്കെ തന്നെയല്ലേ ഗൃഹസ്ഥന്മാരുടെ സ്നേഹം? എവിടെ ഇതുണ്ടോ അതല്ലേ സ്നേഹം? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാൻ സമാശ്വസിപ്പിച്ച രുക്മിണിക്കൊരു ജീവൻ കിട്ടി. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ ഇല്ലേ? നമ്മളൊക്കെ വീട്ടിൽ ഇതുമാതിരി ഭാര്യ വന്നിട്ട് ഇങ്ങനെ നമ്മളെ വീട്ടിൽ വിചാരിച്ച് നോക്കൂ. ഒന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ ഉത്തരം കിട്ടുക എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇല്ലേ? ആ പറഞ്ഞത് ഓർമ്മയുണ്ടാവുള്ളൂ. അവിടെ വീണത് രുക്മിണിയാണെങ്കിൽ ഇവിടെ ഭർത്താവിനെ വീണുണ്ടാവും നിലത്ത് ഇല്ലേ? അങ്ങനല്ലേ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് കളിയാക്കിയിട്ട് എന്ത് പറഞ്ഞാൽ പോലും
അത് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് പറഞ്ഞതല്ല എന്ന് ഭാര്യമാർ മനസ്സിലാക്കണം. അതൊരു അവിടെയാണ് ആത്മബന്ധം. അപ്പം നമ്മളൊക്കെ എങ്ങനെ, നമ്മളൊക്കെ ഒന്ന് വഴക്കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് വഴക്കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 ദിവസം ഉണ്ടാതിരിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ? എന്നിട്ട് ആദ്യത്തെ ഈ പറഞ്ഞ മാതിരി ഞാൻ നല്ല പറയണ്ടായി, ഇതൊക്കെ പറയണ്ടായി, എഴുതി വയ്ക്കുന്ന പരിപാടിയൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. അതേമാതിരി ആണ് നമ്മൾ തമ്മിലുള്ള ആ ഗൃഹസ്ഥ ജീവിതം. അപ്പോൾ അവിടെ സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞപ്പോൾ ആ ലജ്ജ തോന്നി എന്നാണ് പറഞ്ഞത്. പരീക്ഷിത്ത് മഹാരാജാവേ, രുക്മിണിക്ക് അങ്ങോട്ട് ലജ്ജ അങ്ങോട്ട് തോന്നി. ആ സ്നേഹവും ഭക്തിയൊക്കെയാണ് നിറഞ്ഞ മനസ്സിലൊക്കെ നോക്കിയിട്ട് ഭഗവാനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരി തൂക്കിയിട്ട് ആ ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആ രുക്മിണി ഭഗവാനോട് പറയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഡീറ്റെയിലായിട്ട് പറയാം. അതിപ്പോൾ ഭഗവാനെ പറ്റി പറയണതും സ്തുതിക്കണ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ താത്വികപരമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോരോ ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ ആ രുക്മിണി ദേവി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ അവിടത്തേക്ക് തുല്യയല്ല എന്ന് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, സത്യമാണ്, ഒരു സംശയമില്ല. അങ്ങ് പറയണ്ടായി ഞാൻ അവിടത്തേക്ക് അത്ര നല്ല തുല്യതയുള്ള ആളൊന്നുമല്ല. അങ്ങ് ഞാൻ പണക്കാരത്തിയാണ്, അങ്ങ് പാവാണ്, തുല്യത ഇല്ലയെന്ന് അങ്ങ് പറയണ്ടായി. ഇത് കറക്റ്റ് തന്നെ അങ്ങ് പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർവ്വവ്യാപിയായിട്ടിരിക്കണതും ആത്മാരാമനായിട്ട് എല്ലാവരുടെ ഉള്ളിലിരിക്കണതും ആ ബ്രഹ്മാദി ദേവന്മാരൊക്കെ ശ്രേഷ്ഠന്മാരൊക്കെ അവരൊക്കെ കൺട്രോൾ ചെയ്യണതൊക്കെ അങ്ങനെയാണ്. ഈ വിവരമില്ലാത്ത ആൾക്കാരാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെയൊക്കെ ലക്ഷ്മി ദേവിയൊക്കെ ധനത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇതാക്കണത്. എല്ലാവരും ഭഗവാനെ പൂജിക്കുന്നു, ബ്രഹ്മാദി ദേവന്മാരടക്കം പൂജിക്കുന്നു. എന്നെ പൂജിക്കുന്ന വിവരമില്ലാത്ത ആൾക്കാർ ധനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ തുല്യത ഉണ്ടാവുക? അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റല്ലേ? ഒന്നൊരു കൗണ്ടർ ആരടിച്ചു? രുക്മിണി ദേവി അടിച്ചു. ഭഗവാനത് കേട്ടു, ചിരിച്ചു. അപ്പോൾ ആ തുല്യതയുടെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി ഭഗവാനോട്. ഞാൻ പറയാണ്, രുക്മിണി പറയാണ്, ഭഗവാനെ അങ്ങയോട് കടപിടിക്കാൻ ഞാനൊന്നും ആരുമല്ല. ഞാൻ ഈ വിവരമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും വല്ല പണം കൊടുത്ത് പൈസ കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. പക്ഷെ അങ്ങാണെന്നുണ്ടെങ്കിലോ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സൂര്യനടക്കം കൺട്രോൾ ചെയ്യുന്ന ആളാണ് അങ്ങ്. അപ്പം ഞാൻ എവിടെ കിടക്കണു, അങ്ങ് എവിടെ കിടക്കണു എന്നുള്ളത് ചോദിച്ചൊരു കൗണ്ടർ ആര് കൊടുത്തു? 33ാമത്തെ ശ്ലോകത്തിൽ കൊടുക്കുകയുണ്ടായി. ഇനി അടുത്തത് അങ്ങ് പറയണ്ടായി, ഭഗവാനെ അങ്ങൊരു കാര്യം പറയണ്ടായി. അങ്ങ് ശക്തന്മാരായിട്ടുള്ള ജരാസന്ധനെ അതുമാതിരിയുടെ ആൾക്കാരെ പേടിച്ചും കൊണ്ടാണ് സമുദ്രത്തിൽ പോയിട്ട് ദ്വാരകയിൽ പോയിട്ട് അങ്ങ് വസിക്കണമെന്നൊക്കെ പറഞ്ഞുല്ലോ. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അങ്ങ് ഈ ശക്തന്മാരായിട്ടുള്ള സത്വഗുണങ്ങളുള്ള ഭക്തന്മാരെ പേടിച്ചും കൊണ്ടാണ് അങ്ങ് ഈ സമുദ്രം പോലെ ആ വിശാലമായിട്ടുള്ള ആ ഹൃദയത്തിൽ ചൈതന്യസ്വരൂപേണ അങ്ങ് എല്ലാ ജീവജാലങ്ങളിലും ഒളിഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് നമ്മളുടെ മനസ്സാകുന്ന മനസ്സ് എത്ര വലുതാച്ചിട്ടാ വിശാലാച്ചിട്ടാ. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയൊക്കെ പോവാറില്ലേ? അങ്ങനെയുള്ള മനസ്സിൽ ചൈതന്യസ്വരൂപനായിട്ട് ഭഗവാൻ വാസുദേവനായിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് അങ്ങ് ചെയ്യണത്. അതാ രുക്മിണി പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഭഗവാനെ പിടിക്കാൻ വേണ്ടിയിട്ട് സാത്വികന്മാരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള നാരദാദി മുനികൾക്ക് പോലും പറ്റാതെ അങ്ങ് മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ജരാസന്ധന ശിശുപാലനൊന്നും അല്ല ശക്തന്മാരായ അങ്ങയുടെ സത്വഗുണം നിറഞ്ഞ ഭക്തന്മാർക്ക് പോലും, ആ ഭക്തന്മാരാണ് കേമന്മാർ, ശക്തന്മാർ,
അവർക്ക് പോലും ഭഗവാനെ കിട്ടണില്ല, അങ്ങ് ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്, മനസ്സിലാക്കണം കേട്ടോ. ഭക്തന്മാർക്ക് പോലും പിടികൊടുക്കാതെ അങ്ങ് മറിഞ്ഞിരിക്കുകയാണ് ചെയ്യണത്. ആരുടെ ഉള്ളിൽ? ആ ഭക്തൻ്റെ ഉള്ളിൽ തന്നെ. ഇനി അങ്ങൊരു കാര്യം പറഞ്ഞു, അങ്ങ് തന്നെ അങ്ങയെ എപ്പോഴും ഈ ജരാസന്ധനൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാരാണ്? ആ ശക്തനായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ, ആ ഇന്ദ്രിയങ്ങളോട് അങ്ങ് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജരാസന്ധനോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. ആ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കിയിട്ട് അങ്ങ് അന്തർമുഖനായിട്ട് ഇരിക്കുകയാണ്. ജരാസന്ധാദികളൊക്കെ അടക്കിയിട്ട്, ഇന്ദ്രിയങ്ങളൊക്കെ അടക്കിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അങ്ങ് പറയണ്ടായി സിംഹാസനം ഒന്നും ഇരിക്കാൻ പോലും സീറ്റില്ല പറയണ്ടായി, സിംഹാസനം ഒന്നും ഇല്ല എന്ന് പറയണ്ടായി. ഈ ഭഗവാനെ ശരീരാഭിമാനമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇരിക്കാനൊരു ഇരിപ്പിടം വേണ്ടൂ. അതായത് രാജാവാകണമെന്ന ആശയുള്ള ആൾക്ക് മാത്രമേ ഇരിപ്പിടത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ അങ്ങേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങ് പോട്ടെ, അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള നാരദാദികൾ അവർ പോലും ഈ ശരീരാഭിമാനത്തിൻ്റെ, ആ ശരീര അഭിമാനം ഉണ്ടാക്കുന്ന സിംഹാസനത്തിനെ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. ആ സ്ഥിതിക്ക് അങ്ങയ്ക്ക് സിംഹാസനത്തിൽ ഈ താല്പര്യമില്ല എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല ഭഗവാനെ എന്ന് പറയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആ രുക്മിണി ദേവി ഖണ്ഡിച്ചും കൊണ്ട് ആ 33-ാമത്തെ ശ്ലോകം തൊട്ട് 45-ാമത്തെ ശ്ലോകം വരെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, നാളെ പറയാം. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ രുക്മിണി ദേവി കൗണ്ടർ പറഞ്ഞപ്പോൾ, അതായത് ഭഗവാൻ പറഞ്ഞതിനൊക്കെ മുറിച്ച് കളഞ്ഞ് പറഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഹേ രാജകുമാരി, ആ രാജകുമാരിയുടെ വ്യാഖ്യാനം കേൾക്കാനായിട്ടാണ് ഞാൻ തമാശയായിട്ട് ചിലതെല്ലാം പറഞ്ഞിട്ട് രുക്മിണി ഞാൻ വേദനിപ്പിച്ചത്. ഇപ്പോൾ രുക്മിണി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ് കേട്ടോ. ആ ഏകാന്തമായിട്ടുള്ള ആ ഭക്തി രുക്മിണിക്ക് ഇഷ്ടംമാതിരി ഉണ്ട്. ആഗ്രഹങ്ങളൊക്കെ അകലാനായിട്ട് ഈ രുക്മിണി ഏതെല്ലാം ഗുണങ്ങളെ എന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുവോ അതെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഞാൻ അധികം ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഞാൻ കഠിനമായിട്ടുള്ള കുറേ വാക്കുകളൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും രുക്മിണിയുടെ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ വിവരം എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രുക്മിണിയെ സമാധാനിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന് 16 ദോഷങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ പറയേണ്ടായി. അതിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയണത് അങ്ങനെ 16 കാര്യങ്ങളാണ് ഭഗവാൻ പറയേണ്ടായത്. ഭഗവാന് രുക്മിണിക്ക്
അത്ര മാച്ചല്ല എന്ന് പറഞ്ഞു. ഭഗവാന് രാജാക്കന്മാരെ വലിയ പേടിയാന്ന് പറഞ്ഞു. ബലവാന്മാരോട് വൈരമുണ്ടെന്ന് പറഞ്ഞു. ഒരു രാജത്വമില്ല, രാജസിംഹാസനത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാത്ത ആളാന്ന് പറഞ്ഞു. ഈ ലൗകികന്മാർ സ്വീകരിക്കാത്ത ആചാരമുള്ളവനാണെന്ന് പറഞ്ഞു. പിന്നെ സ്ത്രീകളെ സന്തോഷിപ്പിക്കാത്തവനാണെന്ന് പറഞ്ഞു. ധനഹീനനാണ്, പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ദരിദ്രന്മാരുടെ ഇഷ്ടത്തോഴനാണെന്ന് പറഞ്ഞു. ധനികന്മാരെ ആദരിക്കാത്ത ആളാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ദോഷങ്ങളാണതൊക്കെ. വിവാഹം ചെയ്യാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ഒരു ഗുണഹീനനാണ്, ഒരു ഗുണവുമില്ല, ഒരു കാര്യം കൊണ്ട് ഒന്നിനെ കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ആരെങ്കിലും വല്ലതും സ്തുതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്തുതിക്കുന്നവരുടെ മുമ്പിൽ വലിയ ഗർവിഷ്ഠനായിട്ട് ഇരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ഉദാസീനനായിട്ട് ഈ ഒന്നിലും ശ്രദ്ധിക്കാതെ ഉദാസീനനായിട്ട് ആ ജീവിക്കുന്ന ആളാണ്. പിന്നെ ആരോടും ഒരു കാമുകനായിട്ടുള്ള ഭാവമൊന്നും ആരോടും ഇല്ല. ഒന്നിലും താല്പര്യം ഉണ്ടെങ്കിലല്ലേ കാമുകനാവുന്നു. അതായത് കാമത്തെ ആഗ്രഹിക്കുന്നവൻ അതില്ല. ഭഗവാൻ അങ്ങനത്തെ ആ ദോഷങ്ങളൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ ഈ വക ദോഷങ്ങളുള്ളതാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഒരിക്കലും രുക്മിണിക്ക് മാച്ചല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ രുക്മിണി ദേവി ഖണ്ഡിച്ച് കളയുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്തായാലും നമുക്ക് ഓരോരോ ശ്ലോകങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് പോവാം. പിന്നെ ഒരു താത്വികം നമുക്ക് വേറെ അവസാനം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോരോ ശ്ലോകത്തിനും താത്വികപരമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ശ്ലോകം ചെല്ലുമ്പോൾ അതിൻ്റെ ആ അർത്ഥവും ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും അതിനനുസരിച്ചിട്ട് തത്വങ്ങളും പറയുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്കിന്ന് തൽക്കാലം നിർത്തുക അല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ആലോചിക്കാന്നേ. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹരേ നാരായണ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.